എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു കൊണ്ടാട്ടമുളക് ഉണ്ടാക്കണ്ട. ഇപ്പം മുളക് നമുക്ക് വില കുറവ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 20 രൂപയുടെ പാക്കറ്റിൽ ആകെ 12-13 പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്, അധികം ഉപ്പൊന്നുമില്ലാതെ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ 1 കിലോ മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ഉണക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഒന്ന് ഉണക്കണത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. അത് ഈ ഒരു സൈഡിലൊന്ന് വെറുതെ ഒന്ന് പൊളിച്ചാൽ മതി. ചെറിയ രീതിയിലൊരു പൊളിവ് മാത്രമേ കേട്ടോ, കൂടുതൽ പൊളിക്കരുതേ. നമ്മൾ കത്തിയോണ്ട് ഒന്നും കൂടി പ്രസ് ചെയ്താൽ മതി. ഇത് നമ്മൾ മോരിലൊന്നും ഇട്ടേക്കണം. മോരിലിട്ടേക്കുമ്പോൾ അതിലേക്ക് ഉപ്പും മോരൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കീറിയിടുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേമാതിരി ഒന്ന് പൊളിച്ചെടുക്കാം. ഇപ്പം എല്ലാ മുളകും കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് നമുക്ക് ഒരു 2 ദിവസം ഒന്ന് ഉണക്കി വെക്കാം. ഇപ്പോൾ ആ മുളക് ഒരു ദിവസമേ വെയിലത്തിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ അത് ചുവപ്പ് കളറൊക്കെ ആയി മുളകെല്ലാം പഴുത്തു തുടങ്ങി. ഇത് മൂപ്പ് അധികമായതുകൊണ്ട് അത് ഇങ്ങനെ സംഭവിച്ചത്. ഇത്രയ്ക്ക് മൂപ്പൊന്നും നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്ന മുളകിന് ആവശ്യമില്ല. ഇത് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം എടുത്തിട്ട് മോരിലോട്ട് ഇടാം. ഇപ്പം എല്ലാം മോരിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിപ്പം ഇത് വൈകുന്നേരത്താണ് ഇത് വെച്ചത്. ഇനി നമുക്ക് നാളെ രാവിലെ ഇത് വെയിലത്ത് വെക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ മുളക് നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട്. ഉണക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടപ്പാടാട്ടോ. ഒരു 6 ദിവസം കൊണ്ടാണ്. 6 ദിവസം നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ശബ്ദമൊക്കെ വരുന്ന ഈ ഒരു ലെവലിൽ ഇത് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൽ പിന്നെയും പുഴു വരും. ഉണക്കം നല്ല കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ഗുഡ് ബൈ.